ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിജയദശമിയല്ലേ. ഇന്ന് അമ്പലത്തിലൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരി അതുപോലെ എൻ്റെ സ്റ്റുഡൻസും എൻ്റെ അംഗൻവാടിയിൽ പഠിച്ചിട്ട് പോയ എൻ്റെ ഓൾഡ് സ്റ്റുഡൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ആയി. അപ്പോൾ ആ വിശേഷം നിങ്ങളിൽ കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ബസ്സിൽ യാത്രയിലാണ്. അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദേവി ക്ഷേത്രം പള്ളിക്കാവ്, അവിടെയാണ് ഞാൻ പോകുന്നത്. 3 ദേവിമാർ ഒന്നിച്ച് കുടികൊള്ളുന്നൊരു ക്ഷേത്രമാണ്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലാണ് ഈ കാണുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ സ്റ്റുഡൻസുകളെല്ലാം വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. വന്ന് എൻ്റെ മക്കളാണെല്ലാം, അവരെല്ലാവരും വന്ന് എന്നോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സൗഹൃദമൊക്കെ നടത്തി. അങ്ങോട്ട് മാറിയപ്പോൾ അടുത്ത് 2 പേരും കൂടെ വരുന്നുണ്ട്. 3 പേരുണ്ട്. അവർ പാറുക്കുട്ടിയാണ്. എന്ത് സ്നേഹമാണെന്നറിയാം. എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. ഒരു ഉമ്മയും തരാതെ അവൾ പോവില്ല. അത്ര മിടുക്കിയാണ് കേട്ടോ. ഇവർ 3 പേരും ഒപ്പം തന്നെ പഠിച്ചു പോകുന്നവരാണ്. അതെൻ്റെ മോളാണ്. എൻ്റെ മോളുടെ അമ്മൻ്റെ കൊച്ചാണ് അകലിലിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണിതൊക്കെ. അവിടെ ചെന്ന് മണലിലൊക്കെ എഴുതി അവിടെ നിന്ന് പിന്നെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത പിള്ളേരെല്ലാവരും കാണുന്നുണ്ട്. അവരെല്ലാവരും വന്ന് എല്ലാവരോടും സൗഹൃദമൊക്കെ നടത്തി അവിടെ നിന്നും പോവും. അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനാണ്. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം എന്ന് പറയും. അവിടേക്കാണ് പോകുന്നത്. ബസ്സിൽ തന്നെ പോകണം കേട്ടോ. അതെല്ലാം ഓരോ കാഴ്ചകളാണ്. ഇത് പള്ളിക്കാവിൽ തന്നെ കണ്ടതാണ്. ക്ഷേത്രത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ നട അടയ്ക്കാറായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങേണ്ട വന്നു. തൊഴുതിറങ്ങി അവിടെ നിന്ന് ഉള്ള ചെടികളും ഇതൊക്കെയാണ് അവിടുത്തെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും നിൽക്കാനവിടെ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ പാട്ട് പാടാൻ ആളുണ്ടായിരുന്നു. അവർ അരുന്ധതിയുടെ ഒരു പാട്ട് പാടിയേന്ന് ചോദിച്ചു. ഞാൻ പാടുന്നതിന് മുമ്പ് തന്നെ അവർ പാടി. പണ്ട് വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ വന്ന് പാടിക്കൊണ്ടിരുന്ന വീട്ടിൽ. ഇപ്പോൾ ക്ഷേത്രത്തിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടി അവരോട് സൗഹൃദമൊക്കെ നടത്തി. അതിൽ നിന്ന് അവിടെ തിരിച്ചു പോന്ന് അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങിപ്പോരുവാണ്. ഇത്രയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നിങ്ങളെല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഒരു പിക്ചറാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹായ്.